أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس قال أأسجد لمن خلقت طينا قال أرأيتك هذا الذي كرمت علي لئن أخرتني إلى يوم القيامة لأحتنكن ذريته إلا قليلا قال اذهب فمن تبعك منهم فإن جهنم جزاؤكم جزاء موفورا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 898 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് قال أسجد لمن خلقت طينا قال أرأيتك هذا الذي كرمت علي لئن أخرتني إلى يوم القيامة لأحتنكن ذريته إلا قليلا قال اذهب فمن تبعك منهم فإن جهنم جزاؤكم جزاء موفورا. صدق الله العلي العظيم. സൂറത്തുൽ ഇസ്രായിലെ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള ഒരു വിഷയം മനുഷ്യോൽപത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച ആ സന്ദർഭത്തില് മനുഷ്യനായി അല്ലാഹു ഒരു പ്രത്യേകമായ ദൗത്യവും പദവിയുമൊക്കെ നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവരണമാണ് നമ്മൾ ഇന്ന് വായിച്ച ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഈ വിഷയം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയില് 30 മുതൽ 39 വരെയുള്ള ആയത്തുകളിൽ, സൂറത്തുൽ നിസാഇല് 117 മുതൽ 121 വരെയുള്ള ആയത്തുകളിൽ, സൂറത്തുൽ അഅറാഫിൽ 11 മുതൽ 25 വരെയുള്ള ആയത്തുകളിൽ, സൂറത്ത് ഇബ്രാഹിമില് 2-ാമത്തെ ആയത്തില്, സൂറത്തുൽ ഹിജ്റില് 28 മുതൽ 43 വരെയുള്ള ആയത്തുകളിലൊക്കെ ആയിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്നത് കാണാൻ സാധിക്കും. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് സംബന്ധമായി അതിനെ തുടർന്ന് അള്ളാഹു ചില നടപടിക്രമങ്ങൾ സ്വീകരിച്ചത് സംബന്ധമായിട്ടുള്ള വിവരണങ്ങളാണ്. ഈ വിഷയം സൂറത്തുൽ ഇസ്രായില് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തപ്പെട്ടതിന് അല്ലെങ്കിൽ ആ ഒരു വിഷയം കടന്നു വരുന്നതിന് ഒരു സാന്ദർഭികത ഉണ്ടാവാനും സാധ്യതയുണ്ട്. നമുക്ക് ആദ്യം ഈ ആയത്തുകളുടെ സാരമൊന്ന് പരിശോധിക്കാം. അതിന്റെ തൊട്ടു മുമ്പായി കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹു ചില നിരീക്ഷണങ്ങൾ നടത്തുന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അള്ളാഹു നേരത്തെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചിട്ടുണ്ടായിരുന്ന
കാര്യമാണ്. ജനങ്ങൾ എത്ര തന്നെ ശത്രുത അദ്ദേഹത്തോട് കാണിക്കുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പദ്ധതികളെ, അള്ളാഹു അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ നിർവഹിച്ച് അതിന്റെ വിജയത്തിലെത്തിക്കുന്നതിന് തടസ്സമായി നിന്നുകൊണ്ട് അതിനെ തകിടം മറിക്കാൻ അവർക്ക് സാധ്യമല്ല. തീർച്ചയായിട്ടും അള്ളാഹു ജനങ്ങളെ എല്ലാവിധത്തിലും വലയം ചെയ്തിരിക്കുന്നു. അവർക്കുള്ള പരീക്ഷണമായിട്ടാണ് താങ്കൾക്ക് ഉണ്ടായ ആ ദർശനാനുഭവവും അതുപോലെ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന അശ്ശജറത്തുൽ മൽഊന എന്ന പ്രതിഭാസവും ഒക്കെ തന്നെ. ഇതൊക്കെയും അവരെ ഭയപ്പെടുത്തുകയും അവരെ താക്കീത് ഉൾക്കൊള്ളുന്നവരാക്കി മാറ്റുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ളതാണെങ്കിലും അവര് ഇതുകൊണ്ടൊക്കെ ധിക്കാരം വർദ്ധിച്ചവരായി മാറുന്ന ഒരു കാഴ്ചയാണ്, ഒരു അനുഭവമാണ് സംജാതമാവുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിക്കുന്ന ആയത്തുകൾ വൈദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം, വ്യത്യസ്തമായ ഒരു വിഷയമാണ്. തൊട്ട് മുകളിൽ ചർച്ച ചെയ്തു വന്ന വിഷയവുമായി നേരിട്ട് ബന്ധം കാണാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ ചില സാന്ദർഭികത അതിനുണ്ട് എന്നത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. വൈദ് ഖുൽനാ ലിൽ മലായിക, നാം മലക്കുകളോടായിട്ട് പറഞ്ഞ ആ സന്ദർഭം, മലക്കുകൾക്ക് നിർദ്ദേശം കൊടുത്ത ആ സന്ദർഭം അനുസ്മരണീയമാണ്, ഓർക്കേണ്ടതാണ്. മലക്കുകൾക്ക് നൽകപ്പെട്ട നിർദ്ദേശം ഇതാണ്: ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക, ആദമിനെ പ്രണമിക്കുക. ഇതാണ് നിർദ്ദേശം. ആദമിന് സാഷ്ടാംഗം ചെയ്യുക എന്ന് മലക്കുകളോട് നാം നിർദ്ദേശിച്ച ആ സന്ദർഭം ഓർക്കുക. ഫസജദു, അപ്പോ അവരൊക്കെയും തന്നെ സുജൂദ് ചെയ്തു, അവരൊക്കെയും തന്നെ ആദമിനെ പ്രണമിച്ചു, ആദമിന് സാഷ്ടാംഗം ചെയ്തു. ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസ് അതിന് കൂട്ടാക്കിയില്ല. ഖാല, അതിന് പകരം, സുജൂദ് ചെയ്യുന്നതിന് പകരം, ആദമിനെ പ്രണമിക്കുന്നതിന് പകരം ഇബ്ലീസ് പറഞ്ഞത് ഇങ്ങനെയാണ്: അസ്ജുദു ലിമൻ ഖലഖ്ത തീന, നീ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയവനെ ഞാന് സാഷ്ടാംഗം ചെയ്യുകയോ? ഇതാണ് ഇബ്ലീസ് ചോദിക്കുന്നത്. ഇബ്ലീസ് തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നും തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ് കളിമണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവനേക്കാൾ ശ്രേഷ്ഠതയുള്ളത് എന്നുമൊക്കെയുള്ള വാദം ഇബ്ലീസ് ഉന്നയിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ വേറെ പലയിടത്തും കാണാൻ സാധിക്കും. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ആദമിന് സുജൂദ് ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കാൻ കാരണമായിട്ട് ഇബ്ലീസിന് അനുഭവപ്പെട്ടിട്ടുള്ളത്, ഇബ്ലീസിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് തീ കൊണ്ടാണ് എന്നതും മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്, ആദമിനെ സൃഷ്ടിച്ചിട്ടുള്ളത് കളിമണ്ണ് കൊണ്ടാണ് എന്നതുമാണ്. ഇബ്ലീസിന്റെ വിലയിരുത്തലിൽ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദം തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട തന്റെ അത്ര മികവുള്ളവനല്ല, ആദമിനേക്കാൾ ശ്രേഷ്ഠത തനിക്കാണ് എന്നതാണ് ഇബ്ലീസിന്റെ മനോഗത. ഈ നിലപാട് വെച്ചുകൊണ്ടാണ് ഇബ്ലീസ് ചോദിക്കുന്നത്: അസ്ജുദു ലിമൻ ഖലഖ്ത തീന, ഈ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചവന് ഞാൻ സുജൂദ് ചെയ്യുകയോ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതിന് ഹിബ്ർ എന്നാണ് വിശേഷിപ്പിക്കുക. ഹിബ്ർ എന്ന് പറഞ്ഞ അഹന്തയാണ്. താനാണ് വലുത്, താനാണ് സുപ്പീരിയർ ആയത്, തനിക്കാണ് മികവും ആദരണീയതയും കൂടുതലുള്ളത്, എന്റെ താഴെ മാത്രം നിൽക്കേണ്ടവനാണ് ആദം എന്നതാണ് ഇബ്ലീസിന്റെ സംസാരത്തിന്റെ സൂചന.
കാല അപ്പോ തുടർന്ന് ഇബ്ലീസ് വീണ്ടും അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അറഅയ്തക ഹാദല്ലദീ കറംത അലയ്യ, അറഅയ്തക ഹാദല്ലദീ കറംത അലയ്യ, എന്താണ് നീ കരുതുന്നത്, നീ എന്താണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ നിലപാട് എന്താണ്? ഹാദല്ലദീ കറംത അലയ്യ, എന്നേക്കാൾ നീ ആദരിച്ചിട്ടുള്ള ഇവന്റെ കാര്യത്തിൽ, ഹാദല്ലദീ കറംത അലയ്യ, എന്നേക്കാൾ മേന്മയുള്ളവനായി, എന്നേക്കാൾ ശ്രേഷ്ഠതയുള്ളവനായി, എന്നേക്കാൾ ആദരണീയത ഉള്ളവനായിട്ട് താങ്കള് എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട്, എന്നേക്കാൾ ആദരണീയതയുള്ളവനായിട്ട് നീ പരിഗണിച്ചിട്ടുള്ള ഇവൻ ആദം, ഇവന്റെ കാര്യത്തില് എന്താണ് നിന്റെ നിലപാട്? നീ എന്ത് കരുതുന്നു? അവൻ അത് അർഹിക്കുന്നവനാണോ? ഇതാണ് ഇബ്ലീസ് ഉന്നയിക്കുന്ന ചോദ്യം. ആദ്യം ചോദിച്ചത് അസ്ജുദു ലിമൻ ഖലഖ്ത തീന, കളിമണ്ണ് കൊണ്ട് നീ സൃഷ്ടിച്ച ഇവന് ഞാൻ സുജൂദ് ചെയ്യുകയോ എന്നാണ് അഹങ്കാരത്തോടു കൂടി ഇബ്ലീസ് ചോദിക്കുന്നത്. തുടർന്ന് ഉന്നയിക്കപ്പെടുന്ന വിഷയം, നീ ഇവനെ പ്രത്യേകമായി ആദരിച്ചിരിക്കുകയാണല്ലോ, എന്നേക്കാളൊക്കെ ശ്രേഷ്ഠതയുള്ളവനായിട്ട്, എന്നേക്കാൾ ആദരവ് അർഹിക്കുന്നവനായിട്ട് ഇവനെയാണല്ലോ നീ പരിഗണിച്ചിരിക്കുന്നത്. എന്നാൽ അറഅയ്തക ഹാദ, എന്താണ് ഇവനെ കുറിച്ചുള്ള നിന്റെ നിലപാട്? അവൻ അതിന് അർഹതയുള്ളവനാണോ എന്നതാണ് ചോദ്യം. അറഅയ്തക അതിലടങ്ങിയിട്ടുണ്ട്. എന്താണ് റഅയ്? നിന്റെ റഅയ് എന്താണ്? നിന്റെ അഭിപ്രായം എന്താണ്? നിന്റെ നിലപാട് എന്താണ്? നീ എന്താണ് ഇവനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്? ഇവനത് എന്നേക്കാൾ നീ ഇപ്പോ ആദരിച്ചിരിക്കുന്ന വിധത്തില് ആദരവ് അർഹിക്കുന്നവൻ തന്നെയാണോ എന്നതാണ് ഇബ്ലീസ് ഉന്നയിക്കുന്ന ചോദ്യം. ഖാല അറഅയ്തക ഹാദല്ലദീ കറംത അലയ്യ ലൈൻ അഖർതനി, നീ എന്നെ പിന്തിപ്പിക്കുകയാണെങ്കിൽ, എനിക്ക് അവധി തരികയാണെങ്കിൽ, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാള് വരേക്ക്, ഉയർത്തെഴുന്നേൽപ്പ് നാള് വരേക്ക് നീ എനിക്ക് അവസരം നീട്ടിത്തരികയാണെങ്കിൽ, ലഅഹ്തനികന്ന ദുരിയതഹു, ഇവന്റെ സന്തതികളെ ഞാൻ പിഴുതെറിയുക തന്നെ ചെയ്യും. ഇല്ല ഖലീല, വളരെ കുറഞ്ഞ ചിലരെ ഒഴികെ. ഇതാണ് ഇബ്ലീസ് ഒരു വെല്ലുവിളിയായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ പറയുന്ന കാര്യം. കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി, പ്രണമിക്കാൻ വേണ്ടി നീ എന്നോട് ആവശ്യപ്പെടുകയാണ്. കളിമണ്ണ് കൊണ്ട് നീ സൃഷ്ടിച്ചിട്ടുള്ള ഇവന് സുജൂദ് ചെയ്യാൻ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട എന്നോട് നീ ആവശ്യപ്പെടുകയാണ്. അതിലെന്ത് ന്യായമാണുള്ളത് എന്നതാണ് ഇബ്ലീസ് ഉന്നയിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ഈ ആദമിനെ നീ ഇപ്പോ ആദരിച്ചിരിക്കുകയാണല്ലോ, ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ഞങ്ങളോട് കൽപ്പിക്കുക വഴി, അതിന്റെ മുമ്പ് തന്നെ നിന്റെ പ്രഖ്യാപനം ഉണ്ടല്ലോ, ഇന്നി ജാഇലുക ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം, ഭൂമിയിൽ ഒരു ഖലീഫയെ ഞാൻ നിശ്ചയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ ദൈവിക നടപടി. ഇപ്പോ ഇബ്ലീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ മലക്കുകളോടും സുജൂദ് ചെയ്യാൻ വേണ്ടി, മനുഷ്യന് സുജൂദ് ചെയ്യാൻ വേണ്ടി, ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക വഴി
നീ ഇവനെ ആദരിച്ചിരിക്കുകയാണ്. ഈ ആദരവിന് യഥാർത്ഥത്തിൽ അവന് അർഹതയുണ്ടോ എന്നതാണ് ഇബ്ലീസ് ഉന്നയിക്കുന്ന രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തേത്, കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഇവന് ഞാൻ സുജൂദ് ചെയ്യുകയോ? രണ്ടാമത്തേത്, നീ ഇപ്പോ എന്നെക്കാൾ ശ്രേഷ്ഠതയുള്ളവനായി കണ്ടുകൊണ്ട് ഇവനെ ആദരിച്ചിരിക്കുകയാണല്ലോ, അതിനുള്ള അർഹത യഥാർത്ഥത്തിൽ അവനുണ്ടോ? ഇതാണ് ഇബ്ലീസ് അള്ളാഹുവിനോട് തർക്കിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് പിണക്കം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ധിക്കാരം കാണിച്ചുകൊണ്ട് നടത്തുന്ന പ്രതികരണങ്ങൾ. ഇക്കാര്യത്തിൽ ഏതായാലും അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ നടപടികള് മാറ്റമില്ലാത്തതായിരിക്കും എന്ന് മനസ്സിലാക്കിയ ഇബ്ലീസ് തുടർന്ന് പറയുന്നത്, ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ, നീ എനിക്ക് അന്ത്യനാൾ വരെ, ഉയർത്തെഴുന്നേൽപ്പ് നാള് വരെ അവസരം നീട്ടിത്തരികയാണെങ്കിൽ, എന്റെ അവധി യൗമുൽ ഖിയാമ വരേക്ക് നീ വൈകിപ്പിക്കുകയാണെങ്കിൽ, ലഅഹ്തനികന്ന, നിശ്ചയമായിട്ടും ഞാൻ പിഴുതെറിയുക തന്നെ ചെയ്യും. ദുരിയതഹു, ഇവന്റെ സന്തതികളെ, ഇല്ല ഖലീല, വളരെ കുറഞ്ഞ ആളുകൾ ഒഴികെ, വളരെ കുറഞ്ഞ ഏതാനും പേരൊഴികെയുള്ള ബാക്കി എല്ലാവരെയും, ഇവന്റെ സന്തതികളുടെ കൂട്ടത്തില് ബാക്കി എല്ലാവരെയും ഞാൻ പിഴുതെറിയുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹുവിനോട് വെല്ലുവിളി സ്വരത്തിൽ ഇവിടെ ഇബ്ലീസ് പറയുന്നു. ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ലഅഹ്തനികന്ന എന്ന് ഉപയോഗിച്ചിട്ടുള്ള ഈ വാക്കിന്റെ റൂട്ട് വേർഡ് ഇഹ്തനക എന്ന വാക്ക്, ഒരു വേരോട്ടം നേടിയ ഒരു ചെടി ഭൂമിയിൽ നിന്ന് പിഴുതെറിയുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ അത് ആലങ്കാരികമായിട്ട് ഉപയോഗിച്ച ഒരു പ്രയോഗമായിട്ട് കാണാം. മനുഷ്യന് വേരോടെ പിഴുതെറിയുക എന്ന് പറഞ്ഞ ഒരു സംഗതി അക്ഷരാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാധകമാവുന്ന ഒരു കാര്യമല്ല. എന്നാൽ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടവനാണ്. വളരെ സുപ്രധാനമായ ഒരു പദവിയാണ് മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ താല്പര്യങ്ങള്, നിലപാട് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഭൂമുഖത്തെ ക്രമീകരണവും വ്യവസ്ഥയും ഉണ്ടാക്കിയെടുക്കുന്ന അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് മനുഷ്യൻ എന്ന സൂചനയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. പലരും ഖുർആൻ ആയാത്തുകളെ വ്യാഖ്യാനിക്കുന്നതിന്റെ ഭാഗമായി ഒരു തെറ്റിദ്ധാരണ കടന്നുകൂടിയതായിട്ട് കാണാൻ കഴിയും. ഇനി ജായിലും ഫിൽ അർളി ഖലീഫ എന്നതിനെ, ഈ ഖലഫ എന്ന വാക്ക്, ഈ ഖലീഫ എന്ന വാക്കിൽ അടങ്ങിയിട്ടുള്ള ഖലഫ എന്ന വാക്ക് പിന്തുടരുക, പിന്തുടർന്നു വരിക എന്നൊക്കെയുള്ള അർത്ഥം തരുന്ന വാക്കാണ്. യഥാർത്ഥത്തിൽ അത് മുമ്പ് ഏതോ ഒരു ജീവിവർഗം ഭൂമുഖത്തുണ്ടായിരുന്നത് അള്ളാഹു അവരെ തുടച്ചു നീക്കിയിട്ട് ആ സ്ഥാനത്ത് മറ്റൊരു കൂട്ടര് പിന്തുടർന്നു വരാൻ അള്ളാഹു അതിനുവേണ്ടി തെരഞ്ഞെടുത്ത് നിശ്ചയിച്ചത് മനുഷ്യനെയാണ് എന്ന അർത്ഥത്തിൽ ചിലർ അതിനെ വായിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു അടിസ്ഥാനരഹിതമായ വായനയാണ്. മറ്റൊരു സ്പീഷീസിനെ തുടച്ചു നീക്കിയിട്ട് തുടർച്ചക്കാരനായിട്ട് വന്ന ഒരു സ്പീഷീസാണ് മനുഷ്യൻ എന്ന് സങ്കല്പിക്കുന്നതോടുകൂടി അതിലൊരുപാട് പ്രശ്നങ്ങൾ കടന്നു വരാൻ കാരണമാവുകയാണ്. ഭൂമുഖത്ത് ഒരു വ്യവസ്ഥയും ക്രമവും ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുള്ള, നീതി നടപ്പിലാക്കേണ്ട, നീതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാക്കിയെടുക്കേണ്ട
ചുമതലയുള്ളവനാണ് മനുഷ്യൻ എന്നത് വിശുദ്ധ ഖുർആൻ പലയിടത്തായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമിയും അതിലടങ്ങിയിട്ടുള്ള സകല സംഗതികളും ഇത്ര ഗംഭീരമായി ആസൂത്രണം ചെയ്ത് സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ്. എന്നാൽ അള്ളാഹുവിന്റെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുമില്ല. ചില കാര്യങ്ങളിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഈ ഭൂമുഖത്തെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിച്ചുകൊണ്ട്, അതിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഒരു കാര്യദർശിയായിട്ട് കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഒരു അനിവാര്യത ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധിപൂർവകമായ ആസൂത്രിതമായ ഒരു ഇടപെടൽ ഈ ഭൂമിയിലെ പല സംഗതികൾക്കും ആവശ്യമാണ് എന്നത് നമുക്കൊന്ന് നിരീക്ഷിച്ചാൽ ബോധ്യപ്പെടും. ഈ ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു മനുഷ്യനെ ഭൂമിയിൽ പ്രതിനിധിയായി നിശ്ചയിച്ചുകൊണ്ട് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. മനുഷ്യനാണ് ആ അള്ളാഹുവിന്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പിന്തുടർച്ചക്കാരനായിട്ട്. ഭൂമിയുടെ ഈ ക്രമീകരണം അള്ളാഹു ചെയ്തതാണ്. അതിനെ തുടർന്ന് അതിന്റെ തുടർന്നുള്ള മേൽനോട്ടം വഹിക്കുന്ന ഒരു സുപ്രധാനമായ കാര്യം നിർവഹിക്കേണ്ടവൻ മനുഷ്യനാണ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഈ പിന്തുടർന്നു വന്ന ഒരുവൻ എന്ന അർത്ഥത്തിൽ അതിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു സ്പീഷീസ് ഉണ്ടായിരുന്നു, അതിനെ തുടച്ചു നീക്കിയതിന് ശേഷം കൊണ്ടുവന്ന പിന്തുടർച്ചക്കാരനായിട്ട് വന്നവൻ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അള്ളാഹുവിന്റെ അസാന്നിധ്യത്തില് ഭൂമുഖത്ത് സകല കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയും നീതി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു റോള് നിർവഹിക്കുന്നവനായിക്കൊണ്ടാണ് മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് ഭൂമിയിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രാതിനിധ്യം എന്ന അള്ളാഹുവിന്റെ അസാന്നിധ്യത്തില് മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ നിർവഹിക്കേണ്ട ആ ഉത്തരവാദിത്വവും ആ ദൗത്യവും ഒക്കെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു പ്രയോഗമാണ് ഖലീഫ എന്നത്. അത് നമ്മൾ അപ്രധാനമായി കാണുകയാണെങ്കിൽ ഇസ്ലാമിക ദർശനത്തെ തന്നെ ഒരുപാട് അത് തകിടം മറിച്ചു കളയും. ഇസ്ലാമിക വിശ്വാസ അടിത്തറയെ തന്നെ അത് ഡാമേജ് ചെയ്ത് കളയും എന്നാണ് സൂക്ഷ്മമായിട്ട് അതിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ രണ്ടു വിധത്തില് അള്ളാഹു മനുഷ്യനെ ആദരിച്ചിട്ടുണ്ട്. ഒന്ന്, ഭൂമിയില് അള്ളാഹുവിന്റെ പ്രതിനിധിയായി നീതി നടപ്പിലാക്കുന്ന എല്ലാ സംഗതികൾക്കും ക്രമവും വ്യവസ്ഥയും ചിട്ടയും ഒക്കെയുള്ള വിധത്തില് കാര്യങ്ങളെ ഉറപ്പുവരുത്തുന്ന ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആള് എന്ന നിലക്ക് അള്ളാഹുവിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ഭൂമിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നത് മനുഷ്യനെയാണ്, ആദമിനെയും ആദം സന്തതികളെയുമാണ്. പിശാച് അല്ലെങ്കിൽ ഇബ്ലീസ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട താൻ ഇവിടെ ഉണ്ടായിട്ട് കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെയാണോ അള്ളാഹു ഭൂമിയിലേക്ക് ഖലീഫയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന ഒരു ആലോചന ന്യായമായിട്ടും ഇബ്ലീസിനെ വേട്ടയാടുകയാണ്. രണ്ടാമത്തെ ഒരു സംഗതി, അതിനപ്പുറത്തേക്ക് പോയി ഭൂമുഖത്ത് അള്ളാഹുവിന്റെ പ്രതിനിധിയായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യന് ഇബ്ലീസ് ഉൾപ്പെടെ സകലരും അള്ളാഹുവിന്റെ മലായിക്കത്ത് ഒക്കെയും തന്നെ ഈ മനുഷ്യന് പ്രണമിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിനും ചില താല്പര്യങ്ങളും അതിൽ ചില ദൈവികമായ
ഉദ്ദേശങ്ങളും അടങ്ങിയിട്ടുണ്ട്. നമ്മളത് പലപ്പോഴും വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശ്രേഷ്ഠത കൽപ്പിക്കല്, മനുഷ്യന് ഈ വിധത്തില് ആദരിക്കപ്പെടുന്നു എന്നത് ഉൾക്കൊള്ളാനോ സഹിക്കാനോ തന്നെ പറ്റുന്നില്ലാത്ത ഒരു കാര്യമാണ്. ഇബ്ലീസ് ചോദിച്ചത്, ഈ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ഇവന് ഞാൻ പ്രണമിക്കുകയോ എന്നതാണ്. നീ ഇപ്പോ ഇവനെ ആദരിച്ചുവല്ലോ, യഥാർത്ഥത്തിൽ ആ ആദരവ് അവൻ അർഹിക്കുന്നതാണോ? അവനാണോ അത് അർഹിക്കുന്നത്? അതല്ല തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാനാണോ അതിന് കൂടുതൽ അർഹതയുള്ളവൻ എന്നതാണ് ഇബ്ലീസിന്റെ മനസ്സിലുള്ള സ്വാഭാവികമായ ചോദ്യം. ഇതാണ് ഇബ്ലീസ് ഇവിടെ ഉന്നയിക്കുന്നത്. അറഅയ്തക ഹാദല്ലദീ കറംത അലയ്യ ലഇൻ അഖർതനി. അതുകൊണ്ട് ഇബ്ലീസ് പരമ നിരാശിതനായ ആളാണല്ലോ. അവൻ അള്ളാഹുവിന്റെ നടപടികളിൽ മാറ്റം വരുത്തുന്നോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം എനിക്ക് തൃപ്തികരമാകുമെന്നോ ഒന്നും പ്രതീക്ഷയോ അങ്ങനെയുള്ള കണക്കുകൂട്ടലോ ഒന്നുമില്ല. അത്തരം ഒരു കാര്യത്തിലും പ്രതീക്ഷയില്ലാത്തവനാണ് ഇബ്ലീസ്. അതുകൊണ്ട് ഇബ്ലീസ് നേരെ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരേക്ക് നീ എനിക്ക് അവസരം തരികയാണെങ്കിൽ ലഅഹ്തനികന്ന ദുരിയതഹു, ഇവന്റെ സന്തതികളെ മുഴുവൻ ഞാൻ പിഴുതെറിയുക തന്നെ ചെയ്യും. ഭൂമുഖത്ത് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ വേരോട്ടം നേടാൻ കഴിയാത്തവരാക്കി ഞാൻ അവരെ മാറ്റും. നിന്റെ പ്രതിനിധികളായിട്ട് നിന്റെ മലായിക്കത്തുകൾ വരെ ആദരിക്കുന്ന ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ടവരായിക്കൊണ്ട് അവർ ജീവിക്കുമ്പോ അവര് ഭൂമിയിൽ വേരോട്ടം നേടിയ ഒരു വൃക്ഷം പോലെയാണ്. അതിന് ഉറച്ചു നിൽക്കാൻ സാധിക്കും, നല്ല സദ്ഫലങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. ആ ഒരു വൃക്ഷം ഭൂമിയിലെ ആയിരക്കണക്കിന് ആളുകൾക്കും ജീവജാലങ്ങൾക്കും തണലേകും. അതിന്റെ ഫലവർഗങ്ങൾ, അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫലങ്ങൾ, പഴങ്ങള് വളരെ പേർക്ക് വിശപ്പകറ്റുന്നതിനുള്ള ഫലങ്ങളായിട്ട് പ്രയോജനപ്പെടുകയും ചെയ്യും. അതിനൊക്കെ ഉപരിയായിട്ട് അതിന് സ്വന്തമായിട്ട് തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരു കഴിവും ഉണ്ടാവും. അള്ളാഹുവിന്റെ പ്രതിനിധിയായി സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ഏതൊരു മനുഷ്യനും ഭൂമിയിൽ വേരോട്ടം നേടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു വൃക്ഷം പോലെ ഒരു പേർപ്പസ് സെർവ് ചെയ്തുകൊണ്ടേ പോകുന്നത് കാണാൻ കഴിയും. എന്നാൽ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് എന്നത് ഉൾക്കൊള്ളാതെ കണ്ട് ദിശാബോധമില്ലാതെ, ലക്ഷ്യമില്ലാതെ, പ്രവർത്തനങ്ങൾക്ക് യാതൊരു അതിർവരമ്പുകളോ അല്ലെങ്കിൽ മാർഗരേഖയോ ഒന്നുമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് ഭൂമുഖത്ത് വേരോട്ടം നേടാത്ത ഒരു വൃക്ഷം പോലെയാണ്. അയാൾ പ്രത്യേകിച്ച് ജീവിതകാലം കൊണ്ട് ഒരു ലക്ഷ്യവും സാക്ഷാത്കരിക്കുന്നുണ്ടാവില്ല. അലക്ഷ്യമായിട്ട് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. പലപ്പോഴും പലതും ചെയ്ത് പല താല്പര്യങ്ങളുടെയും പുറകെ പോയി പല ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ വേണ്ടിയുള്ള ഭ്രാന്തമായ ഓട്ടം നടത്തി അവസാനം എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഒടുങ്ങിപ്പോവുക എന്നതാണ് അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് താൻ, തനിക്കൊരു ദൗത്യം നിർവഹിക്കാനുണ്ട് എന്ന് തിരിച്ചറിയാത്ത മനുഷ്യരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അവരുടെ ജീവിതം അലക്ഷ്യമാണ്, ഭ്രാന്തമായ ഒരു രീതിയാണ് അവർക്കുണ്ടാവുക. ദിശയറിയാത്ത ഒരു യാത്രയിലാണ് അവര് ഏർപ്പെട്ടിട്ടുണ്ടാവുക. എവിടെയും ഉറച്ചു നിൽക്കുന്ന, വേരോട്ടം നേടിയ ഒരു വടവൃക്ഷം പോലെയുള്ള ഒരു ഫങ്ഷൻ, ഒരു റോള് നിർവഹിച്ചുകൊണ്ടായിരിക്കുകയില്ല അവന് സഞ്ചരിക്കുന്നുണ്ടാവുക. അവന്റെ ഉത്ഭവം മുതൽ ഒടുക്കം വരെ അലക്ഷ്യമായ ഒരു യാത്രയും
ലക്ഷ്യരഹിതമായ ഒരു പ്രയാണവും ഒക്കെ ആണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഒടുങ്ങിത്തീരുകയാണ് അവൻ ചെയ്യുക എന്നത് അത്തരം ആളുകളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും ഒക്കെ പടിഞ്ഞാറൻ നാടുകളിൽ ഇങ്ങനെ അലക്ഷ്യമായി ജീവിച്ച് താൻ ആരാണ് എന്നതിനെ കുറിച്ച് ബോധ്യമില്ലാതെ ദൈവികമായ മാർഗദർശനത്തിന്റെ യാതൊരു പ്രയോജനവും നേടാതെ അവസാനം മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഒക്കെ അടിമയായി ജീവിതം പല ലഹരികളുടെയും ഒരു കൂത്തരങ്ങാക്കി മാറ്റി അവസാനം പ്രത്യേകിച്ച് ഒന്നും നിർവഹിക്കുകയോ നേടുകയോ ലക്ഷ്യസാക്ഷാത്കാരം നടത്തുകയോ ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലുമൊക്കെ ഒടുങ്ങിപ്പോകുന്ന വിധത്തിലുള്ള മനുഷ്യജന്മങ്ങൾ ധാരാളം കാണാൻ കഴിയും. കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും ഒക്കെ, വിശേഷിച്ച് പടിഞ്ഞാറൻ നാടുകളിൽ. നമ്മുടെ നാടുകളിലും നമ്മുടെ ഭൂപ്രദേശത്തും ഒക്കെ തന്നെ ഈ പ്രവണത വളരെ കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ പിശാച് ഇവിടെ പറയുന്നത് മനുഷ്യനെ അസ്ഥിരപ്പെടുത്തി കളയും എന്നാണ്. അന്ത്യനാൾ വരെ സമയം അനുവദിക്കുകയാണെങ്കിൽ ആദമിന്റെ സന്തതികളെ ഒക്കെയും തന്നെ ഞാൻ പിഴുതെറിഞ്ഞ പോലെ, വേര് പിഴുതെറിഞ്ഞ പോലെയുള്ള ഒരു വൃക്ഷം ആക്കി മാറ്റും, അല്ലെങ്കിൽ അവരെ അസ്ഥിരപ്പെടുത്തി കളയും. ദിശാബോധമില്ലാത്ത, ലക്ഷ്യബോധമില്ലാത്ത, കർമ്മബോധമില്ലാത്ത ഒരു വർഗമാക്കി ഞാൻ അവരെ മാറ്റും, അവരെ നശിപ്പിച്ചു കളയും എന്നാണ് പിശാച് പറയുന്നതിന്റെ ചുരുക്കം. ഇല്ല ഖലീല, വളരെ കുറഞ്ഞ ചില ആളുകളുടെ കാര്യത്തിൽ ഒഴികെ ഞാനത് നിർവഹിക്കും, ചെയ്യും എന്നാണ് പിശാച് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി ഇങ്ങനെയാണ്. കാല, അള്ളാഹു പറഞ്ഞു, ഇദ്ഹബ് ഫമൻ തബിഅക മിൻഹും, നീ പോയിക്കോ, നീ മാത്രമല്ല ഇവരുടെ കൂട്ടത്തിൽ നിന്ന് നിന്നെ പിന്തുടരാൻ സന്നദ്ധരായവരും പൊയ്ക്കോളും. ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅൻ മൗഫൂറ, നിശ്ചയമായിട്ടും നരകം അത് നിങ്ങൾക്ക് ഏറ്റവും തികവാർന്ന പ്രതിഫലമായിരിക്കും. ഇതാണ് അള്ളാഹു പറയുന്നത്. പൊയ്ക്കോളൂ, നീ മാത്രമല്ല പോകുന്നത്, നിന്നെ പിൻപറ്റാൻ കൂട്ടാക്കിയ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടവരും, ആദമിന്റെ സന്തതികളുടെ കൂട്ടത്തിലെ നിന്നെ പിൻപറ്റാൻ സന്നദ്ധരായ ആളുകൾ, അവരൊക്കെയും തന്നെ പൊയ്ക്കോളൂ. ഫഇന്ന ജഹന്നം, അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ ഈ വഴിവിട്ട, ദിശ നഷ്ടപ്പെട്ട ഈ സഞ്ചാരം, ഈ പോക്ക്, അള്ളാഹുവിന്റെ തൃപ്തി അവഗണിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ റിള വേണ്ട എന്ന് വെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഈ ധിക്കാരത്തോടു കൂടിയുള്ള ഈ പോക്ക്, അത് ഫഇന്ന ജഹന്നമ ജസാഉകും, തീർച്ചയായിട്ടും ജഹന്നമായിരിക്കും നിങ്ങൾക്ക് ആ നടപടിക്കുള്ള പ്രതിഫലം. നിങ്ങളിപ്പോ ചെയ്യുന്ന ഈ വഴിതെറ്റിപ്പോവുക എന്ന ഈ കാര്യത്തിന് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന നരകമാണ്. ജസാഅൻ മൗഫൂറ, അത് തികവാർന്ന പ്രതിഫലമാണ്. അവിടെ ഒരു കുറവും നിങ്ങൾ അർഹിക്കുന്നതിന് അനുഭവപ്പെടുകയില്ല. നിങ്ങൾ അർഹിക്കുന്ന, നിങ്ങളുടെ ചെയ്തികൾക്ക് നിങ്ങൾ അർഹിക്കുന്ന, ഏറ്റവും അർഹിക്കുന്ന പ്രതിഫലം, അതിന്റെ പൂർണ്ണതയോടുകൂടി നിങ്ങൾക്ക് ആ ജഹന്നമില് അനുഭവിക്കാൻ സാധിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പിശാചിനോടും പിശാചിനെ പിൻപറ്റാൻ സന്നദ്ധരാവുന്ന ആദം സന്തതികളോടുമായിട്ട് തുടർന്ന് പറയുന്ന കാര്യം. അപ്പൊ ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്, മനുഷ്യനെ അള്ളാഹു ഖലീഫയായിട്ട് ഭൂമുഖത്ത് നിശ്ചയിച്ചിട്ടുള്ളത് മനുഷ്യനെ ആദരിക്കലാണ്. അത് ഏതെങ്കിലും ഒരു സ്പീഷീസിന്റെ പിന്തുടർച്ചക്കാരനായിട്ട് വന്നു എന്ന വിധത്തിലാണെങ്കിൽ അതില് ആ ആദരിക്കൽ അടങ്ങുന്നില്ല. രണ്ടാമത്തത്, മലക്കുകളോടും ഇബ്ലീസിനോടും ഒക്കെ തന്നെ ആദമിന് പ്രണമിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആദമിന് സാഷ്ടാംഗം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് മനുഷ്യവർഗത്തെ അള്ളാഹു ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഈ വിധത്തിൽ മനുഷ്യനെ ആദരിച്ചുകൊണ്ട്
ഭൂമുഖത്ത് മനുഷ്യനെ അള്ളാഹുവിന്റെ പ്രതിനിധിയാക്കിയിട്ടുള്ളത് ഭൂമുഖത്ത് നീതി നടപ്പാക്കാനോ ഭൂമുഖത്ത് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ വെച്ചിട്ടുള്ള ക്രമീകരണങ്ങളെ അള്ളാഹു ഇവിടെ വെച്ച വ്യവസ്ഥയെ തകിടം മറിയാതെ കാത്തു സൂക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയാണ്. അത് ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ സന്തുലിതത്വം മുതൽ മനുഷ്യ സമൂഹത്തിലെ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും ഒക്കെ ഇടയിലെ ബന്ധങ്ങളിൽ അടങ്ങിയിട്ടുള്ള നൈതികത വരെ അടങ്ങുന്നതാണ് ആ വിഷയം. പ്രപഞ്ചത്തിലെ വിഭവങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിൽ അവന് കൃത്യമായ ഒരു ധാരണ വേണം. ഈ പ്രാപഞ്ചിക സംവിധാനത്തിന് അള്ളാഹു വെച്ചിട്ടുള്ള ക്രമീകരണത്തെ തകിടം മറിയാതെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ വേണം. അള്ളാഹു ഒരുക്കി വെച്ച വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ ഒരു മാർഗദർശനം, അതിന്റെ വിതരണത്തിനൊക്കെ സ്വീകരിക്കേണ്ട ഒരു മാർഗദർശനം ദൈവികമായി നൽകപ്പെട്ടത് അവൻ പിന്തുടരേണ്ടതുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചും കരുതിയും ഒക്കെ നിർവഹിക്കുന്ന നീതി നടപ്പിലാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമുള്ളവനാണ് അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് ഭൂമുഖത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യൻ. ഇത് മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ള വലിയൊരു ആദരവാണ്. ഈ ആദരവിന് മനുഷ്യനേക്കാൾ അർഹതയുള്ളത് ഇബ്ലീസിനാണ് എന്നാണ് ഇബ്ലീസ് ഇവിടെ പറയുന്നത്. കാരണം ഇബ്ലീസ് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, മനുഷ്യൻ കളിമണ്ണ് കൊണ്ടും. ഈ ഒരു അഹങ്കാരം വെച്ചുകൊണ്ടാണ് ഇബ്ലീസ് കിബറോടുകൂടി ഇവിടെ സംസാരിക്കുന്നത്. മക്കയിലെ നിഷേധികളായ ആളുകളുടെ മനോഗതം അവരുടെ നിലപാടിലും നിഴലിക്കുന്നത്, പ്രകടമാവുന്നത് ഇബ്ലീസ് കാഴ്ചവെച്ച ഈ അഹങ്കാരം തന്നെയാണ്. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും മനുഷ്യന് ബോധ്യപ്പെടാൻ സാധിക്കുന്ന സകല തെളിവുകളും ഹാജരാക്കിയതിന് ശേഷവും അള്ളാഹുവിന്റെ ദൂതനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ധിക്കാരത്തോടുകൂടി പെരുമാറുന്ന മക്കയിലെ ആളുകൾ അനുവർത്തിക്കുന്നത് ഇബ്ലീസ് പണ്ട് ചെയ്തിട്ടുള്ള അതേ രീതിയിലുള്ള ധിക്കാരവും അഹങ്കാരവും തന്നെയാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. മക്കയിലെ പ്രമാണിമാരായ പലരും ഇവിടെ ഉണ്ടായിരിക്കെ, സമ്പന്നരും ധനാഢ്യരുമൊക്കെയായ പലരും ഉണ്ടായിരിക്കെ, ദരിദ്രനായ ഒരു അനാഥ ബാലനായ മുഹമ്മദിനെയാണോ ഈ ദൗത്യം അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുവരെ ചോദിക്കാനുള്ള ധാർഷ്ട്യം മക്കയിലെ ആളുകൾ കാണിക്കുകയുണ്ടായതാണ്. ഇതൊക്കെ അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഈ കഥ, ഇബ്ലീസുമായി ബന്ധപ്പെട്ട, ആദമുമായി ബന്ധപ്പെട്ട ഈ കഥ അള്ളാഹു ഇവിടെ വീണ്ടും വിവരിക്കുന്നതിന്റെ കാരണം എന്താണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഇസ്രായിലെ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.